ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേരും വെട്ടുകയാണ്. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാത്മാഗാന്ധിയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെള്ളം ചേർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന അട്ടിമുടി മാറ്റുന്നതാണ് നീക്കം. ബിൽ നാടകീയ നീക്കങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റുന്ന ബിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള സാമ്പത്തിക ബാധ്യതയുടെ അധികഭാരം സംസ്ഥാനങ്ങളുടെ മുതുകിനുമേൽ വെക്കുന്നതാണ്. നിലവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് നിയമം അവകാശമാക്കി മാറ്റിയിരുന്നുവെങ്കിൽ അതില്ലാതാക്കി കേവലമൊരു കേന്ദ്ര തൊഴിൽ പദ്ധതിയാക്കി തൊഴിലുറപ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയ കാര്യം പോലും സ്വകാര്യമാക്കി വെച്ച് തിങ്കളാഴ്ച തിരക്കിട്ട് അധിക അജണ്ടയായി കൊണ്ടുവന്ന ബില്ലാണ് ഒടുവിൽ അവതരിപ്പിക്കാതെ മാറ്റിവെച്ചത്. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുന്ന ബിൽ ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനങ്ങൾക്കുള്ള തൊഴിലുറപ്പ് വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. VBG റാംജി, അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2005 എന്ന പേരിൽ കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണത്തിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 അനുപാതത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. വിമർശനവുമായി സഖ്യകക്ഷിയായ തെലുഗുദേശം പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഹിമാലയൻ സംസ്ഥാനങ്ങളെയും അധിക സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി 90:10 അനുപാതം എന്ന നിലയിലാക്കി. 100 തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ 6ാം വകുപ്പ് കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പിന് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ടെന്നും അതിനാൽ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് പ്രയോജനം ചെയ്യില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണ്. സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിയതോടെ തൊഴിൽ ദിനങ്ങൾ പരമാവധി 75-ലെത്താനേ സാധ്യതയുള്ളൂ എന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. പുതിയ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നതോടെ 2005-ലെ MGNREGA നിയമം അസാധുവാകും. ഗാന്ധിയുടെ പേര് ഒഴിവാക്കുന്നതിനൊപ്പം പദ്ധതിയുടെ അടിസ്ഥാന ഘടന തന്നെ മാറ്റിമറിക്കുന്നതാണ് ബില്ലിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പുതിയ ഘടന വരുമ്പോൾ സംസ്ഥാനങ്ങൾ 55,000 കോടി മുടക്കേണ്ടി വരും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പദ്ധതി നിർത്തിവെക്കാനുള്ള വ്യവസ്ഥയില്ല. എന്നാൽ പുതിയ ബില്ലിൽ ഏറ്റവും തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന അപകടകരമായ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിതയും കൊയ്ത്തും ഉൾപ്പെടെ ഏറ്റവും തിരക്കുള്ള സീസണിലെ 60 ദിവസങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾക്ക് മുൻകൂർ വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നാണ് ബില്ലിൽ പറയുന്നത്. പദ്ധതിയുടെ സാമ്പത്തിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയും അതേസമയം അതിനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതുമാണ് കേന്ദ്ര നീക്കം. പുതിയ ബില്ലിൽ തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന വ്യവസ്ഥകളുള്ളപ്പോൾ വർധനയ്ക്ക് കാര്യമായ പ്രസക്തിയില്ല. 1ാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തൊഴിലുറപ്പ് പദ്ധതി യാഥാർത്ഥ്യമായത്. 2014-ൽ മോദി അധികാരമേറ്റതോടെ പദ്ധതിയെ ആസൂത്രിതമായി തകർക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നത്. ഓരോ ബജറ്റിലും വിഹിതം വെട്ടിക്കുറിക്കുകയാണ്. 5 വർഷത്തിനിടെ പദ്ധതിക്ക് നൽകിയ അന്തിമ തുകയിൽ 25,000 കോടി രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട്. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതിനൊപ്പം സംസ്ഥാനങ്ങൾക്കുള്ള കുടിശ്ശികയും കുമിഞ്ഞുകൂടി. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് 9,200 കോടിയിലധികം കുടിശ്ശിക നൽകാനുമുണ്ട്. എന്തുതന്നെ ആയാലും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുന്നു എന്നതാണ് വരുന്ന വാർത്ത. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.